മൊത്തത്തിൽ ഒരു വ്യക്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനക്ക് പറ്റത്തില്ല. അവർക്ക് പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ എല്ലാ സംഘടനകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുവൈത്തിലുള്ള പ്രവാസികൾ, ഇനി കുവൈത്തിലാണെങ്കിലും ഗൾഫ് രാജ്യത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അതിന് രാഷ്ട്രീയ പാർട്ടിൻ്റെ ആയെങ്കിലും, അതല്ല എന്നുണ്ടെങ്കിൽ ജില്ലാ കൂട്ടായ്മ ആയെങ്കിലും, അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സംഘടന ആയെങ്കിലും, ഏതെങ്കിലും ഒന്നിൽ സംഘടനയിൽ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളല്ല, സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണമെന്ന്. ഇത് ഇന്ന് പറയാൻ വേണ്ട കാരണം ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരു 3 കേസ് വന്നിട്ടുണ്ടായിരുന്നു. സുഖമില്ലാതെ നാട്ടിൽ പോകുന്ന കേസ്, അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് വെച്ചു. ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ല. അപ്പോൾ അവരുടെ ജില്ല അറിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആ ജില്ലാ കൂട്ടായ്മക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുക, പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്, മെമ്പർ അല്ലാത്തതുകൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിലോ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടാൻ. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ വെറും ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് കാര്യമില്ല, അതിനെ ഫോളോ അപ്പും ചെയ്യണം. അതായത് ഇപ്പോൾ സംഘടനയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അസുഖമൊക്കെ വരുമ്പോൾ അതിൽ ചെറിയ പിരിവോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സഹായങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിന് താഴെ കുറേ തെറി കമൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. സംഘടന അങ്ങനെയാണ്, സംഘടന ഇങ്ങനെയാണ് ഒക്കെ ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. 100% പെർഫെക്റ്റായിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സംഭവം ഇന്ന് ഈ ലോകത്തുണ്ട്? ഇല്ലല്ലോ. ചെറിയ നെഗറ്റീവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കുക. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് മൊത്തത്തിലുള്ള എല്ലാ സഹായം കിട്ടും എന്നല്ല പറയുന്നത്, പറ്റുന്ന വിധത്തിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ കുവൈത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗൾഫ് രാജ്യത്താണെങ്കിലും അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രവാസി സംഘടനയിൽ മെമ്പർഷിപ്പ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു 3 കേസ് വന്ന് അറിഞ്ഞല്ലോ. ഇവരാരും ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ല. എന്നിട്ടും ആ ജില്ലാ കൂട്ടായ്മ അവർ ഞങ്ങൾ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് പരിമിതികളുണ്ട് മെമ്പർ അല്ലാതിരിക്കുമ്പോൾ. അപ്പോൾ ഈ സംഘടനക്കും ഇവർക്കൊക്കെ ഈ ഫണ്ടൊക്കെ വരുന്ന ഇവരുടെ മെമ്പർമാർ കൊടുക്കുന്ന ചെറിയ സംഖ്യകൾ വെച്ചിട്ടാണ് ഇവർക്കും ഫണ്ടുകളൊക്കെ വരുന്നത്. മെമ്പർ അല്ലാത്ത ആൾക്കാരെ സഹായിക്കുമ്പോൾ അവർക്കും പരിമിതികളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പൊതുവായ സംഘടനകളൊക്കെ ഉണ്ട് സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നൊക്കെ സംഘടന ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കുവൈത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള GCC രാജ്യങ്ങളൊക്കെ നിങ്ങളെ സംഘടനയുടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങളോട് വേണ്ടപ്പെട്ട ആൾക്കാരുടെ നമ്പർ കമൻറ്റ് ചെയ്യുക, ജില്ല കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും മെമ്പർഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. മാക്സിമം എല്ലാവരെയും ഇങ്ങനെ ജില്ലാ കൂട്ടായ്മയിലും അല്ലെങ്കിൽ പൊതുവായ സംഘടനയിലും, അതിന് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുമല്ലോ, അതല്ല പൊതുവായ സംഘം എന്തായിട്ട് ഏതില്ലെങ്കിലും 1 2 മെമ്പർഷിപ്പ് എടുത്ത് വെക്ക്, അത് ഉപകാരപ്പെടും. ഇത് മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാം കേട്ടല്ലോ. ഇനി തെറി വിളിക്കുന്ന ആൾക്കാർ വിളിച്ചോളൂ കേട്ടോ.